ഇതെന്താണെന്നറിയോ? ഇതാണ് ഫ്ലെക്ടാങ്കിൾ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമൊന്നുമല്ല, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, സബും ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു കുറച്ച് കട്ടിയുള്ള പേപ്പറിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് മൊത്തത്തിൽ 24 സെൻറ്റിമീറ്ററും പിന്നെ ഒരു 2 സെൻറ്റിമീറ്ററും എക്സ്ട്രാ ഇട്ടിട്ടാണ് വരച്ചിട്ടുള്ളത്. ആ 26 സെൻറ്റിമീറ്ററിനെ ഇതുപോലെ 8 സെൻറ്റിമീറ്ററാക്കി 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. 5 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ, പക്ഷേ ഈക്വലായിട്ട് 3 ഭാഗം ആവണമെന്ന് മാത്രം. എന്നിട്ട് അതിൻ്റെ നടുവിൽ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇത് താഴെ മുഴുവനും അതുപോലെ ഒരു സൈഡിലും ഇതിങ്ങനെ അടയാളപ്പെടുത്തണം. ആ 2 സൈഡിൽ വരുന്ന അത് കറക്റ്റ് 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ആ അളവൊക്കെ കറക്റ്റായി നോക്കണേ, എനിക്ക് ചിലപ്പം വ്യക്തമായി പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. അങ്ങനെ അതിന് ശേഷം ഓരോന്ന് ഇടവിട്ടിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ കൂടി കൂട്ടി ഇതുപോലെ വരച്ചെടുക്കുക. ഇതെങ്ങനെയാണെന്ന് വ്യക്തമായി നോക്കി വരക്കണേ, പോസ് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഇതിൽ ഞാൻ ഈ വരക്കുന്ന പോലെ ഓരോന്നിലും ഓരോരോ ഡിസൈനായിട്ട് വരക്കാം. ഇതിൽ ഫ്ലോറൽ ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ആർട്ടിനൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലത്തെ സാധനങ്ങൾ വരച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. ക്ഷമിക്കണം, എൻ്റെ വീഡിയോ ബ്ലറായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. ഇതുപോലെ ഓരോന്നിലും ഓരോ ഡിസൈനായിട്ട് വരക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊന്ന് കളർ ചെയ്യണം. കളർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെറൈറ്റി ഉള്ള കളർ യൂസ് ചെയ്യണം. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഭംഗിയാക്കാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? എന്താ ഇങ്ങനെ താഴെയുള്ള ആ ഒരു ഭാഗം കളർ ചെയ്യാതെ മാറ്റി വെക്കണം കേട്ടോ. അതൊക്കെ എന്തിനാണെന്നറിയോ? ആ വൈറ്റായിട്ട് ഒഴിവാക്കി വെച്ച സാധനം അതിൽ നമ്മൾ ഗ്ലൂ ഇടുകയാണ് വേണ്ടത്. ഇത് കണ്ടില്ലേ, നേരെയായിട്ട് ഒരേ ഡിസൈൻ 4 എണ്ണം വരക്കുക, അതാണ് വേണ്ടത്. ഇത് നോക്കി അതുപോലെ ചെയ്യുക, അതാണ് തുടക്കക്കാർ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യൽ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. ഇനി ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വരയിട്ടില്ലേ ആദ്യം അളവെടുത്തിട്ട് ആ വരയിട്ടത് നമ്മൾ എവിടെയൊക്കെയാണോ വരയിട്ടത് ആ വരയിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഒന്നിങ്ങനെ മടക്കി എടുക്കണം. ഇങ്ങനെ മടക്കാൻ ഒരു ഇത്തിരി കട്ടി കുറവുള്ള പേപ്പറാണെങ്കിൽ എളുപ്പം പറ്റും. ഇത്തിരി കട്ടി കൂടുതലാണെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് അത് ഒരു എന്തെങ്കിലും കത്രികയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം നൈസായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മടക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ ഭാഗവും നമ്മൾ മടക്കി എടുക്കണം. ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഇത് അടിപൊളിയായിട്ട് വരിക. എല്ലാ സൈഡും ഇതുപോലെ മടക്കിയെടുക്കണം. കണ്ടില്ലേ, നമ്മൾ ഈ നേരെയുള്ള വര മടക്കാൻ മറക്കരുത്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഗ്ലൂ ആഡ് ചെയ്യണം. ഗ്ലൂ നമ്മൾ ആദ്യമേ ചെയ്യരുത് കേട്ടോ. ഒന്ന് നമ്മൾ വച്ച് നോക്കി സെറ്റ് ആവുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ഗ്ലൂ മുഴുവനും കയ്യിൽ പറ്റും. അതുപോലെ ഫെവിക്കോളിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് പെട്ടെന്ന് സ്റ്റിക്കാവുന്ന ഗ്ലൂ ആണെങ്കിൽ നല്ലത്. എന്നിട്ട് ആ ഗ്ലൂ വെച്ച സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡിസൈൻ അതുപോലെ നമുക്ക് ജോയിൻ്റ് ആയിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ആ ജോയിൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ നമ്മൾ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് സ്റ്റിക്കാവുന്ന ഗ്ലൂ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിത് എടുത്തത് കൊണ്ട് പിന്നെ മാറ്റാൻ നിന്നില്ല, അത് തന്നെ ഒട്ടിച്ച് കുറച്ച് മെനക്കെട്ടും. അതുകൊണ്ടാവുന്ന ഒട്ടിപ്പിടിക്കാൻ വേണ്ടി, ഒട്ടിപ്പിടിച്ചാൽ പിന്നെ സൂപ്പറാണ്. അപ്പോൾ ഇത് ഫൈനൽ ഇങ്ങനെ കിട്ടും. ഇനി ഈ സൈഡിൽ നമ്മൾ ആ ബാലൻസ് വിട്ട ഒരു 2 സെൻറ്റിമീറ്റർ എടുത്ത് ബാലൻസ് വിട്ട ഈ സൈഡ് രണ്ടും കൂടി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയങ്ങ് യോജിപ്പിക്കണം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ശരിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടിപൊളിയാണ്. ഇത് ഞാൻ കുറേ മെനക്കൊട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് കാണുന്ന ഈ ഒരു 7 മിനിറ്റുള്ളതല്ല, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുക. ഇനി ഇത് നന്നായി ഉണങ്ങി സെറ്റാവാൻ വെക്കുക, ഒരു അരമണിക്കൂറങ്ങ് വെക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇത് എല്ലാവരും ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരാം. താങ്ക്